ഇപ്പോൾ സഭ പല കാര്യങ്ങളിലും മാറി വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ വർഷം 100 വർഷം കഴിഞ്ഞാൽ ഒരു പക്ഷേ വേദേശ ക്ലാസ്, സൺഡേ വേദേശ ക്ലാസ്സുകൾ, കാതലിൻ്റെ ഇങ്ങനെയൊക്കെ മാറുക. അത് കാലഘട്ടത്തിനടുത്ത് മാറുക എന്നുള്ളത് കത്തോലിക്ക സഭയുടെ ഒരു രീതിയാണ്. ഞങ്ങളുടെ കാറ്റഗിസത്തിൽ ഞങ്ങളുടെ വേദപാഠം വളരെ സമകാലികമാണ്. അല്ലാതെ ഞങ്ങളിത് കൺസർവേറ്റീവ് അല്ല, അല്ലാതെ ചിന്തകൾ മാത്രമല്ല. നമ്മളിതെല്ലാം ചർച്ച ചെയ്യാറുണ്ട്. ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളിത് ബോധ്യപ്പെടുത്താറുണ്ട്. ഞങ്ങളുടെ വിശ്വാസ പരിശീലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധാർമ്മികതയിൽ സനാതന മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ 5-10 വർഷം ശേഷം ഇതിന് മാറ്റം വരാം. ആ മാറ്റം വരുമ്പോൾ അതിനോട് കത്തോലിക്ക സഭ അതിനോട് ചേർന്ന് രീതിയിൽ പ്രതികരിക്കും. ഇപ്പൊ ഞാനൊരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് നമുക്കറിയാം കേരളത്തിലും അതുപോലെ ഇന്ത്യയിലൊക്കെയും ക്രൈസ്തവ മിഷണറിമാർ വന്നിട്ടാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പൊളിച്ചെഴുതിയത്. ഇവിടെ ഇംഗ്ലീഷ് കൊണ്ടുവന്നത് ക്രൈസ്തവ മിഷണറിമാരാണ്. ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രൈസ്തവ മിഷണറിമാർ വന്നിട്ടാണ് നമ്മുടെ ഇവിടെ നമുക്ക് എഴുതാനും വായിക്കാനൊക്കെ ഇവിടെയുള്ള ആളുകൾ ഉണ്ടായത്. നമുക്കറിയാം ഇവിടെ EMS നമ്പൂതിരിപ്പാട് സെന്റ് തോമസ് കോളേജാണ് പഠിച്ചത്. അടൽ ബിഹാരി വാജ്പേയി, സ്മൃതി ഇറാനി, ഇങ്ങനെ വലിയ വലിയ നേതാക്കന്മാരെ പഠിച്ച് ക്രൈസ്തവ മിഷണറി സ്കൂളുകളിലാണ്. അപ്പൊ ക്രൈസ്തവർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ സിസ്റ്റമാണ് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉണ്ടായത്. അത് നമ്മൾ ഓർക്കണം. ഇപ്പോഴുള്ള നമ്മളുടെ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് ക്രൈസ്തവരാണ് കാരണമായത്. അപ്പോൾ നമ്മൾ പറയും ക്രൈസ്തവർ പഴഞ്ചനാശയങ്ങളാണ്, ക്രൈസ്തവ സഭ പിന്നോട്ടാണെന്ന് പറഞ്ഞാൽ യാതൊരു കാര്യമില്ല. നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളും അത് ക്രൈസ്തവർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ക്രൈസ്തവരായിട്ടുള്ള കത്തോലിക്ക സഭ വളരെ കൃത്യമായിട്ട് വളരെ അൾട്രാ മോഡേൺ പരിഷ്കാരങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്ന ആളുകളാണ്. നിങ്ങളിപ്പോ ഇത് ഞാൻ പറയുമ്പോൾ വിദ്യാഭ്യാസ കാര്യം പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം. പല കണ്ടുപിടുത്തങ്ങളുടെയും പിറകിൽ ക്രൈസ്തവരായ ആൾക്കാരാണ് യൂറോപ്പിലും അതുപോലെ ലോകത്തെ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഞങ്ങളുടെ സഭയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒന്നുമല്ല. വലിയൊരു വിശ്വാസിയാണെന്ന് തീർച്ചയായിട്ടും എത്രയോ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടുത്തം നടത്തിയവര്, എത്ര തോമസ് ആൽവാ എഡിസൺ, എത്രയോ ക്രൈസ്തവരുണ്ട്. എത്ര യൂറോപ്പിൽ കണ്ടുപിടിച്ച നവോത്ഥാന കാലഘട്ടം ക്രൈസ്തവ സഭയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള ക്രൈസ്തവ സഭയ്ക്ക് ഇങ്ങനെയുള്ള വിമർശനങ്ങളൊന്നുമല്ല. അത് KCBC കൃത്യമായിട്ട് ഞാനും പറയുന്നു. അതായത് ഇങ്ങനെയുള്ള ശക്തവും വ്യക്തവുമാണ് ടോമിസാറിന് ഇതിനുള്ള മറുപടി. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ പരിഷ്കരണം നടത്തിയത് ക്രൈസ്തവ മിഷണറിമാരാണ്. അപ്പം അത് മാത്രമല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ വേദേശ ക്ലാസ്സുകളിൽ സമകാലീന വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതാണ് അദ്ദേഹം പറയുന്നത്. EMSഉം അടൽ ബിഹാരി വാജ്പേയിയും സ്മൃതി ഇറാനിയും പഠിച്ചത് ഞങ്ങൾ ക്രിസ്ത്യൻ സ്കൂളുകളാണെന്നുള്ളൊരു അഭിമാനബോധത്തോടെ തന്നെ ഞങ്ങളത് പറയും. തീർച്ചയായിട്ടും കാരണം ഇപ്പോഴുള്ള നമ്മളുടെ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് ക്രൈസ്തവരാണ് കാരണമായത്. അപ്പോൾ നമ്മൾ പറയും ക്രൈസ്തവർ പഴഞ്ചനാശയങ്ങളാണ്, ക്രൈസ്തവ സഭ പിന്നോട്ടാണെന്ന് പറഞ്ഞാൽ യാതൊരു കാര്യമില്ല. നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളും അത് ക്രൈസ്തവർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ക്രൈസ്തവരായിട്ടുള്ള കത്തോലിക്ക സഭ വളരെ കൃത്യമായിട്ട് വളരെ അൾട്രാ മോഡേൺ പരിഷ്കാരങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ക്രൈസ്തവ സഭയ്ക്ക് ഇങ്ങനെയുള്ള വിമർശനങ്ങളൊന്നുമല്ല.